തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് 560 രൂപയുടെ വർധനവോടെ പവൻ വില 1,12,880 ഗ്രാമിന് 70 രൂപ കൂടി 14,110 രൂപയിലും എത്തി. ബീന റാണി ചേരുന്നു. ബീന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില ഇങ്ങനെ കൂടിയും കുറഞ്ഞും സ്ഥിരതയില്ലാതെ നിൽക്കുകയാണ്. എന്തെല്ലാം ഘടകങ്ങളാണ് ഈ വ്യതിയാനത്തിന് പിന്നിൽ? രോഹിണി, തീർച്ചയായും സ്വർണ്ണവിലയിലെ വലിയ ചാഞ്ചാട്ടമാണ് ഈ ദിവസങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത്. ഇന്നലെ ഒരു തവണയല്ല 4 തവണ സ്വർണ്ണവില മാറിമറിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 തവണ കുറയുകയും പിന്നെ 2 തവണ കൂടുകയും ചെയ്ത ശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും വില കുറഞ്ഞിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ നേരിയ ഒരു കയറ്റം ഉണ്ടായിട്ടുള്ള. സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തിരുത്തലിലൂടെ ആയിരുന്നു ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പവൻ വിലയിൽ 560 രൂപ കൂടി 1,12,880 ഇപ്പോൾ നിൽക്കുന്നത്. ഗ്രാമിന് 70 രൂപ കൂടി 14,110 രൂപയിലാണ് ഇപ്പോൾ വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഇതിൽ തന്നെ ചിലപ്പോൾ വീണ്ടും ചാഞ്ചാട്ടം ഉണ്ടാകാൻ അല്ലെങ്കിൽ വീണ്ടും വില കുറയുകയോ കൂടുകയോ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പല സാഹചര്യങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിലെ സംഭവിക്കുന്ന വ്യതിയാനങ്ങളാണ് സ്വർണ്ണവിലയെ തീർച്ചയായും സ്വാധീനിക്കുന്നത്. ആഗോളതലത്തിൽ വിലയിടിയുമ്പോൾ രാജ്യത്തും വില കുറയുകയും അപ്പോൾ തന്നെ തിരിച്ചും ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചതും ഡിമാൻഡും ലാഭമെടുക്കലും മറ്റുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിന് വില കുറയാൻ ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം ഇറാനും US-ഉമായിട്ടുള്ള സംഘർഷ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുമൊക്കെ സ്വർണ്ണവിലയെ സ്വാധീനിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു വില ഉയർന്നു നിന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും ഉയരത്തിലേക്ക് തന്നെ പോകുമെന്നാണ് വിപണിയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ ഒരു നിക്ഷേപമായി തന്നെയാണ് മലയാളികൾ കാണുന്നത്. പല ഘടകങ്ങൾ ഇത്തരത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്വർണം വാങ്ങാനെത്തുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി വ്യാപാരികളും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വിലയിൽ ഇങ്ങനെ വ്യതിയാനം നിലനിൽക്കുമ്പോൾ സ്വർണം വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കുറയുകയാണ്. അതേസമയം നേരത്തെ സ്വർണ്ണ വ്യാപാരികൾ പ്രീ ബുക്കിംഗ് എന്നൊരു സംവിധാനം ഉപയോഗിച്ചിരുന്നു. അതായത് നേരത്തെ അന്നത്തെ വില വെച്ച് സ്വർണം ബുക്ക് ചെയ്യുകയും പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിപ്പോൾ വ്യാപാരികൾ ഏതാണ്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രതിദിനം എന്നോണം 4ഉം 5ഉം തവണ സ്വർണ്ണവില മറിയുന്നതിനാൽ അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ സ്വർണ്ണ വിപണിയിൽ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് സ്വർണം വിൽക്കാൻ എത്തുന്നവർ മാത്രമാണ് ഇപ്പോൾ ആഭരണശാലകളിലേക്ക് ചെല്ലുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി, ബീന റാണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.